ഞാൻ ഡോക്ടർ ജയകുമാർ ഡി വെള്ളനാട്. എൻ്റെ പ്രമേഹ രോഗ പരിപാടിയായ JK's ഡയബറ്റിക് ടാക്സിലെ 3-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡയറ്റ് ഇൻ ഡയബറ്റീസ് എന്നുള്ളതാണ് ഈ എപ്പിസോഡിലെ വിഷയം. അതായത് പ്രമേഹത്തിലെ ഭക്ഷണക്രമം. പ്രമേഹ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഇലക്കറികൾ മാത്രം കഴിക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് ടെസ്റ്റ് ചെയ്യാതിരിക്കുന്ന പലരെയും എനിക്കറിയാം. യഥാർത്ഥത്തിൽ ഡയബറ്റിക് ഡയറ്റ് എന്നൊരു സംഗതി ഇല്ല. മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പിയാണ് ഉള്ളത്. നിലവിലുള്ള ഭക്ഷണത്തിൽ ആവശ്യത്തിലധികം ഉള്ളതിനെ കുറച്ചുകൊണ്ടും ഇല്ലാതെ ഇരിക്കുന്നതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടും ക്രമീകരിച്ച് പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു രീതിയാണിത്. അതായത് ഒരിനം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നോക്കൂ, നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത പാരന്റ്സിൽ ഒരാൾക്കുണ്ടെങ്കിൽ 40%, 2 പേർക്കുമുണ്ടെങ്കിൽ 70% ഉള്ള സ്ഥിതിക്ക് പ്രമേഹം വരാതിരിക്കാനും ഈ ഡയറ്റ് ഫലപ്രദമാണ്. ഇവിടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വെജിറ്റബിൾസ് ഇവയെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നു. നമ്മുടെ ഒരു ശരാശരി മീൽസിൽ 3 അപാകതകളുണ്ട്. ഒന്ന്, ഏകദേശം 80%-ലധികം കാർബോഹൈഡ്രേറ്റ് നാം ഓരോ തവണയും കഴിക്കുന്നു. നിങ്ങൾക്കറിയാം, രക്തത്തിൽ ക്രമാതീതമായി ഷുഗർ കൂടി നിൽക്കുന്ന അവസ്ഥയാണ് പ്രമേഹം. ഇങ്ങനെ കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസ് ഇൻസുലിന്റെ കുറവ് മൂലം കോശങ്ങൾക്കുള്ളിൽ കയറി എനർജി തരുന്നതിന് പകരം ഗ്ലൂക്കോടോക്സിസിറ്റി ഉണ്ടാക്കി കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാകുന്നു. 2, അത്യാവശ്യം ബോഡി ബിൽഡിംഗ് യൂണിറ്റായ പ്രോട്ടീൻ പ്രത്യേകിച്ചും വെജിറ്റേറിയൻ ഭക്ഷണക്കാരിൽ 10%-നും താഴെ മാത്രമാണുള്ളത്. യഥാർത്ഥത്തിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം പ്രത്യേകിച്ച് മുതിർന്നവരിൽ മസിൽ മാസ് കുറഞ്ഞ് ഇൻസുലിന്റെ പ്രവർത്തനം പിന്നെയും താഴ്ന്ന് പ്രമേഹത്തെ സങ്കീർണമാക്കുന്നു. പ്രമേഹത്തെ നിയന്ത്രിക്കാത്തവരുടെ ശരീരം മെലിഞ്ഞ് ഭംഗി നഷ്ടപ്പെടുന്നത് നാം കാണാറുണ്ട്. 3, ആരോഗ്യത്തെ നിലനിർത്തുന്ന വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും കൊണ്ട് ന്യൂട്രീഷണലി റിച്ച് ആയ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മൾ എത്രത്തോളം അവഗണിക്കുന്നു എന്ന് അറിയണം. പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണത്തിലും അത്താഴത്തിലും അവ തീരെയില്ല. അങ്ങനെ പ്രതിരോധ ശക്തി കുറഞ്ഞ് പ്രമേഹ സങ്കീർണതകളെ കൂട്ടുന്നു. പൂപ്പൽ മുതലായ ത്വക്ക് രോഗങ്ങൾ പ്രമേഹത്തിൽ കൂടുതലായി വരാനും കാരണമാകുന്നു. അപ്പോൾ ഭക്ഷണ രീതിക്ക് ഒരു മാറ്റം വേണ്ടേ? മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പിയിൽ കാർബോഹൈഡ്രേറ്റ് 50%-ന് താഴെ, പ്രോട്ടീൻ മിനിമം 20% ശരീരത്തിന് വേണ്ട ഫാറ്റ് അഥവാ കൊഴുപ്പ് 15%-ന് താഴെ. പ്രമേഹത്തിന് വേണ്ട ഭക്ഷണ രീതിയെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മൈ ഹെൽത്തി പ്ലേറ്റ്, അതായത് എൻ്റെ ആരോഗ്യകരമായ ഒരു പാത്രം എന്ന രീതിയിലാണ് പറയാറുള്ളത്. അതായത് ഒരു പാത്രത്തിന്റെ 25%, അതായത് 1/4 ഭാഗം കാർബോഹൈഡ്രേറ്റ്, അതായത് 1 കപ്പ്, ബാക്കി 1/4 ഭാഗം പ്രോട്ടീൻ, ബാക്കി 50% ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. 3 നേരം ഭക്ഷണവും ഇങ്ങനെ തന്നെ ആയിരിക്കണം. കാർബോഹൈഡ്രേറ്റ് റിഫൈൻ ചെയ്ത് തോടിലെ ഫൈബറും പോഷകങ്ങളും കളയാത്ത അരി, ഗോതമ്പ് അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന ചെറുധാന്യം, അത് 1/4 ഭാഗം. അടുത്ത 1/4 ഭാഗം പ്രോട്ടീൻ. പ്ലാൻ പ്രോട്ടീനാണ് ഏറെ ഉത്തമം. പയർ, കടല, ഉഴുന്ന്, സോയ, രാജ്മ. പിന്നെ നോൺ വെജ് ആണെങ്കിൽ മീൻ, ചിക്കൻ കറി, മുട്ടയുടെ വെള്ള, ഇവ. ബാക്കി പാത്രത്തിന്റെ പകുതി, അതായത് 50%, പാകം ചെയ്തതും അല്ലാതെയുമുള്ള ഇലക്കറി ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ കൊണ്ട് നിറയ്ക്കണം. മൈ ഹെൽത്തി പ്ലേറ്റ് എന്ന സമീകൃത ആഹാരത്തിലൂടെ പ്രമേഹത്തെ നിയന്ത്രിച്ച് സങ്കീർണതാമുക്തമായി ദീർഘകാലം ആരോഗ്യം നിലനിർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഡയറ്റിലെ വിവിധ ഫുഡ് ഗ്രൂപ്പുകളിൽ ഓരോന്നിലും ഏതൊക്കെ ഉപയോഗിക്കാമെന്നും ഏതൊക്കെ ഒഴിവാക്കണമെന്നും എന്താണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നുമുള്ള തുടർന്ന് വരുന്ന എപ്പിസോഡുകളുമായി ഉടൻ എത്തുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.